Our next topic is motion on a projectile. അപ്പോൾ ഒരു പ്രൊജക്ടൈൽ മോഷൻ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഫിസിക്സിലൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വെക്റ്റർ വെച്ചിട്ടുള്ള പ്രൊജക്ടൈൽ മോഷനാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സപ്പോസ് എ പ്രൊജക്ടൈൽ ഓഫ് മാസ് m is fired from a height h. With an initial velocity v0, with an initial velocity v0 and an angle of elevation alpha. If we describe the position of the projectile at any time t by the position vector r of t. Position ne nammal vector r of t kondu denote cheyunu. Then its initial position may be described by the vector. Then its initial position described by the vector r of 0 equal to hj, and its initial velocity by the vector v of 0 which is equal to നമ്മൾ v0 എന്ന് പറഞ്ഞിട്ട് denote ചെയ്യും, equal to v0 cos alpha I plus v0 sin alpha j. ഈ v0 എന്ന് പറഞ്ഞാൽ വെക്റ്റർ അല്ല കേട്ടോ, where v0 equal to norm of vector v0. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഒരു m മാസമുള്ള ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ്. m മാസമുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാമാണ്, അതിനെ നമ്മൾ ഫയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ h ഹൈറ്റിലാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതിനെ നമ്മളിങ്ങനെ ഫയർ ചെയ്യാണ്. അപ്പം അതിങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ പാത്താണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം അതിങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പം ഫസ്റ്റ് ആ ഇങ്ങനെ ഫയർ ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട് ആൽഫ. അതാണ് ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ആൽഫ ആംഗിളിലാണ് നമ്മൾ അത് എറിയുന്നത്. ആൽഫ ആംഗിളിൽ എറിയാണ്. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യൽ വെലോസിറ്റി v0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി v0 ആണ് തന്നിരിക്കുന്നത്. v0 cos ആൽഫ I plus v0 sin ആൽഫ j. പിന്നെ ആ പ്രൊജക്ടൈലിന്റെ മോഷൻ അറ്റ് എനി ടൈം ടി. ഇപ്പോൾ ടൈം ടി ഇത് ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ടൈം 0 ആവുമ്പോൾ ഇവിടെയാണ്. ഇപ്പോൾ ഒരു 1 ആണെന്ന് വിചാരിക്കുക. 1-ലാവുമ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വെക്റ്റർ r of t കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഈ ഓരോ പൊസിഷനെ നമ്മൾ അപ്പോൾ ജസ്റ്റ് ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇതാണ് t എന്ന് പറഞ്ഞ ടൈം എന്ന് വിചാരിക്കുക. t എന്ന് പറഞ്ഞ ടൈം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്റർ അതിൻ്റെ പൊസിഷൻ വെക്റ്ററിനെയാണ് നമ്മൾ വെക്റ്റർ r of t ആയിട്ട് ഡിനോട്ട് ചെയ്യുക. ഇവിടുന്ന് ഒറിജിനൽ എന്നുള്ള വെക്റ്റർ ആണല്ലോ പൊസിഷൻ വെക്റ്റർ. അപ്പം അതിനെ നമ്മൾ ഇനിഷ്യൽ പൊസിഷനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഇനിഷ്യൽ പൊസിഷൻ എവിടെയാണ്? ഇനിഷ്യൽ പൊസിഷൻ എന്തായാലും ഇവിടെയാണുള്ളത് അല്ലേ? ഇനിഷ്യൽ പൊസിഷൻ വരണമെങ്കിൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ വൈ ആക്സിസിലാണ് h ഹൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0-ൽ നിന്ന് ഇവിടേക്കുള്ള ഈ വെക്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈ ആക്സിസിലുള്ളത്. അപ്പോൾ ആ വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം വെക്ടർ r of 0 ഈക്വൽ ടു വൈ ആക്സിസിൽ h ഹൈറ്റ് ആണ്. അപ്പോൾ hj. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് v0 cos ആൽഫ I plus v0 sin ആൽഫ j. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക്
ഈ ഒരു സാധനം എറിയുമ്പോൾ ചിലപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സുകളൊക്കെ അതിൽ ആക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൽ എയർ റെസിസ്റ്റൻസ് തീരെ കുറവാണ്. എയർ റെസിസ്റ്റൻസ് നമ്മൾ കാര്യമായിട്ട് ഇതിൽ നോക്കുന്നില്ല. എയറിന്റെ ഇപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്ന എയറിലാണെങ്കിൽ നമുക്ക് എറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊന്നും നമ്മൾ ഇവിടെ കാര്യമാക്കുന്നില്ല. ഇവിടെ ആകെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നത് പറഞ്ഞാല് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആക്സിലറേഷൻ, എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഇതില് ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്രൊജക്ടൈൽ ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഗ്രാവിറ്റി കൊണ്ടാണ് ഉണ്ടാവുന്ന ഫോഴ്സ് മാത്രമേ എക്സ്റ്റേണൽ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ the force acting on the projectile during its flight. അപ്പൊ ഇവിടുത്തെ ഈ ഫ്ലൈറ്റിൽ ഉണ്ടാവുന്ന, ഈ ഫ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. വെക്ടർ F ഈക്വൽ ടു -mgj. ഇത് y ഡയറക്ഷനിലുള്ളതാണ് അല്ലെ. ഹൈറ്റ് ആണ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ g എന്ന് പറയുന്നത് where g is the acceleration due to gravity. g എത്രയാണ് നമുക്ക് അറിയാലോ, നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ജിയുടെ വാല്യൂ അല്ലെ. g എന്ന് പറയുന്നത് 2 യൂണിറ്റിൽ പറയാം. നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ പറയുകയാണെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫീറ്റിലാണ് പറയുന്നതെങ്കിൽ 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്രൊജക്ടൈൽ ഡ്യൂറിങ് ഇറ്റ്സ് ഫ്ലൈറ്റ് ഈസ് ഇത്. അപ്പൊ അതാണ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പൊ അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വെക്ടറിനെയാണ് നമ്മൾ -mgj എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഗ്രാവിറ്റി കൊണ്ട് എന്ത് ചെയ്യുക, താഴേക്ക് വലിക്കും. നമ്മൾ ഈ മൂവ് ചെയ്യുന്ന മുകളിലേക്ക് പൊന്തി പോകുന്ന സാധനം ഗ്രാവിറ്റിയുടെ ആകർഷണം കൊണ്ട് താഴേക്ക് വലിക്കും. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് കുറഞ്ഞു വരും. അപ്പൊ അതാണ് ആ വെക്ടർ എന്ന് പറയുന്നത്. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്കറിയാം. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ this force is equal to ma. Force equal to ma എന്ന് പറയും. m a എന്ന് പറഞ്ഞാൽ എന്ത് വെക്ടറാണ്? where m is the where a is the acceleration of the projectile. വെലോസിറ്റി നമുക്കറിയാം. അപ്പൊ a എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓഫ് ദ പ്രൊജക്ടൈൽ. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാലോ. therefore ma equal to -mgj. j എന്ന് പറഞ്ഞ വെക്ടർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തു. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാമല്ലോ. therefore the acceleration of the projectile vector a of t equal to എന്ത് വരും? m രണ്ടിടത്തും സെയിം ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -gj അല്ലെ. അപ്പൊ ആക്സിലറേഷൻ കിട്ടിയാൽ നമുക്ക് വെലോസിറ്റി കിട്ടാലോ. എങ്ങനെ കിട്ടും? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ആക്സിലറേഷൻ കിട്ടിയ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോ if v of t is the velocity of the projectile, velocity of the projectile v of t ആണെങ്കിൽ നമുക്കറിയാം, we know that vector v dash of t equal to vector a of t അല്ലേ. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് the equation with respect to t we get v of t കിട്ടും. v of t equal to integral vector a of t dt which is equal to integral -gj dt.
അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? മൈനസ് ജി ടി ജെ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ഇവിടെ ലിമിറ്റ് ഇല്ല, അതുകൊണ്ടൊരു കോൺസ്റ്റന്റ് വെക്റ്റർ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യാം? ഇനിഷ്യൽ ടൈം 0 ആയിട്ട് സെറ്റ് ചെയ്യാം. സെറ്റിംഗ് t equal to 0. Using the initial velocity v of 0 equal to v0, we obtain v of 0 ഇതിൽ കൊടുക്കാം. അപ്പോൾ v of 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരു v of 0 equal to വെക്റ്റർ c കിട്ടും അല്ലേ? അപ്പോൾ വെക്റ്റർ v of 0 ഈക്വൽ ടു വെക്റ്റർ സി ഈക്വൽ ടു വി നോട്ട് എന്ന് കിട്ടി. ടിക്ക് ഇവിടെ 0 ഇട്ട് കൊടുത്തപ്പോൾ വെക്റ്റർ സി അല്ലേ കിട്ടുക? വി ഓഫ് 0 ഈക്വൽ ടു വെക്റ്റർ സി. അപ്പോൾ therefore the velocity of the projectile at any time t, v of t equal to minus gt j plus v naught അല്ലേ? ഇനി നമുക്ക് ആർ ഓഫ് ടി കണ്ടുപിടിക്കണം. ഇവിടെ നേരെ തിരിച്ചല്ല കണ്ടുപിടിക്കാൻ. അപ്പോൾ വി ഓഫ് ടി നമുക്ക് കിട്ടി. നമുക്കറിയാം വി നോ ദാറ്റ് വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി. അപ്പം അതിൽ നിന്ന് ആർ ഡാഷ് ഓഫ് ടി, ആർ ഓഫ് ടി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി. നമുക്ക് എന്ത് കിട്ടും? വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ വി ഓഫ് ടി ഡി ടി. വി ഓഫ് ടി എന്താ? ഇത് എഴുതാം. ഇന്റഗ്രൽ ജി ടി ജെ പ്ലസ് വി നോട്ട്. വി നോട്ട് എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആണ് കേട്ടോ. ഇവിടെ വി നോട്ട് ഡി ടി. ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? മൈനസ് ഉണ്ട് ഇവിടെ. അപ്പോൾ മൈനസ് ജി ടി ജെ, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ജി ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടി സ്ക്വയർ ബൈ 2 ജെ പ്ലസ് വെക്റ്റർ വി നോട്ട് ടി പ്ലസ് ഒരു കോൺസ്റ്റന്റ്, അതിന് നമ്മൾ ഡി വെക്റ്റർ എന്ന് കൊടുത്തു. ഇതാണ് നമുക്ക് വെക്റ്റർ ആർ ഓഫ് ടി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കറിയാം ഇനിഷ്യൽ പൊസിഷൻ ആർ ഓഫ് 0 എന്താ നമുക്കറിയാലോ. അത് വെച്ചിട്ട് നമ്മൾ ഡിയും കൂടെ കണ്ടുപിടിക്കാം. വി നോ ദാറ്റ് വെക്റ്റർ ആർ ഓഫ് 0 ഈക്വൽ ടു എച്ച് ജെ, വിച്ച് ഇംപ്ലൈസ് ആർ ഓഫ് 0 ഈക്വൽ ടു, ഇവിടെ ടിക്ക് 0 കൊടുക്കാം. അപ്പോൾ 0, ഇവിടെ 0. അപ്പോൾ ആർ ഓഫ് 0 ഈക്വൽ ടു വെക്റ്റർ ഡി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ആർ ഓഫ് 0 ആണ് വെക്റ്റർ ഡി എന്ന് പറഞ്ഞു കിട്ടിയത്. അപ്പോൾ അതെന്താണ്? എച്ച് ജെ. അപ്പോൾ നമുക്ക് therefore വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ഇതെഴുതാ ജി ടി സ്ക്വയർ ബൈ 2 ജെ പ്ലസ് വെക്റ്റർ വി നോട്ട് ടി പ്ലസ് എച്ച് ജെ. അപ്പോൾ ജെയുടെ ടൈം വേണമെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാം. ഇത് രണ്ടും ജെയുടെ ടൈം ആണല്ലോ, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 നമുക്ക് ഇക്വേഷൻ 1 നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. നമ്മൾ ഫസ്റ്റ് ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു. വെക്റ്റർ വി നോട്ട് എന്താണ്? വെക്റ്റർ വി ഓഫ് 0 എന്താ നമുക്ക് അറിയായിരുന്നു. വെക്റ്റർ വി നോട്ട് ഈക്വൽ ടു വി നോട്ട് കോസ് ആൽഫ ഐ പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ജെ. അപ്പൊ ആ വെക്റ്റർ ഇവിടെ ഇട്ട് കൊടുക്കുക. നല്ല ഐ ജെ കെ കമ്പോണന്റിൽ നമുക്ക് അതിനെ ഒരുമിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വി ഹാവ്, അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഓഫ് വി നോട്ട് ഇനി ഇക്വേഷൻ 1 ആയിട്ട് എഴുതിക്കോ.
അപ്പോൾ നമുക്ക് എന്ത് വരും? വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു മൈനസ് ജി ടി സ്ക്വയർ ബൈ 2j പ്ലസ് വി നോട്ടിന് പകരം കൊടുക്കുക വി നോട്ട് കോസ് ആൽഫ ഐ പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ജെ ഇൻറ്റു ടി പ്ലസ് എച്ച് ജെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഐൻ്റെ കമ്പോണൻ്റൊക്കെ ഒരുമിച്ചെടുക്കുക, ജെയുടെ ടേമൊക്കെ ഒരുമിച്ചെടുക്കുക. അപ്പം നമുക്ക് ആദ്യം ഐൻ്റെ ടേം ഇത് മാത്രമല്ലേ ഉള്ളൂ, ഇൻറ്റു ടി അല്ലേ. അപ്പോൾ വി നോട്ട് കോസ് ആൽഫ, നമുക്ക് ടി ഇവിടെ ഇല്ല, വി നോട്ട് ടി കോസ് ആൽഫ ഐ പ്ലസ് ഇനി ജെയുടെ ടേം ഫസ്റ്റ് നമുക്ക് എച്ച് എടുക്കാം. വേറെ ഇവിടെ ഉണ്ട്. അപ്പം എച്ച് പ്ലസ് വി നോട്ട് ടി ഉണ്ട്, വി നോട്ട് ടി സൈൻ ആൽഫ മൈനസ് ജി ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു ജെ. ടി ലാസ്റ്റ് കൊടുത്താലും മതി, വി നോട്ട് സൈൻ ആൽഫ ഇൻറ്റു ടി ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മുടെ വെക്ടർ ആർ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പം പ്രൊജക്ടൈലിന്റെ പൊസിഷൻ സൂചിപ്പിക്കുന്ന വെക്ടർ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ദിസ് ഈസ് ദ പൊസിഷൻ ഫംഗ്ഷൻ ഓഫ് എ പ്രൊജക്ടൈൽ. നമുക്കിപ്പോൾ കിട്ടിയ കാര്യത്തെ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ദ പൊസിഷൻ ഫംഗ്ഷൻ ഫോർ എ പ്രൊജക്ടൈൽ, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. The position function for a projectile. The trajectory of a projectile fixed from a height h with an initial speed v0 and an angle of elevation alpha is given by the position vector function vector r of t equal to v0 cos alpha ti plus h plus v0 sin alpha t minus 1/2 gt square g, where g is the constant of acceleration due to gravity. അപ്പോൾ ആകെ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാ? ഇനിഷ്യൽ സ്പീഡ്, ആംഗിൾ ഓഫ് എലവേഷൻ, പിന്നെ ഹൈറ്റ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാം. പൊസിഷൻ വെക്ടർ കിട്ടിയാൽ നിങ്ങൾക്ക് വെലോസിറ്റി കാണാലോ. അപ്പൊ ഇതിനുള്ള ഇക്വേഷൻ മാത്രം പഠിക്കുക. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കുക, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ആക്സലറേഷൻ കണ്ടുപിടിക്കുക, വെലോസിറ്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്.